828 വിദ്യാർത്ഥികൾക്ക് ത്രിപുരയിൽ HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ 47 വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ എന്താണ് ത്രിപുരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയൊക്കെ തന്നെ നമ്മൾ ഒരുപോലെ ഞെട്ടിക്കുന്ന വസ്തുത ഈ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെയും HIV വരാനിടയാക്കിയ കാരണങ്ങളാണ്. വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു A4 അഫ്ലു ഹിയർ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനമായ ത്രിപുരയിലെ HIV ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏവരെയും അത് ഒന്നടങ്കം ഞെട്ടിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ ചില കുതന്ത്രങ്ങൾ കൂടിയാകുമ്പോൾ ഏവരും വലിയ തോതിൽ തന്നെ ആശങ്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് പോലും അതവിടെ മാറി വരുന്നുണ്ട്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിൽ വാർത്തകൾ പ്രചരിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ 1999 മുതൽ ത്രിപുരയിൽ പ്രവർത്തിച്ചു വരുന്ന ത്രിപുര എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മെയ് മാസം വരെയുള്ള HIV രോഗബാധിതരുമായി ബന്ധപ്പെട്ട ചില കണക്കുകളൊക്കെ തന്നെയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം 220 സ്കൂളുകളിലും 24 കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന 828 വിദ്യാർത്ഥികൾക്ക് HIV പോസിറ്റീവായിട്ടുണ്ടായിരുന്നെന്നും ആ കൂട്ടത്തിൽ രോഗം കൂടിയത് കാരണമായി മൂർച്ഛിച്ചത് കാരണമായിട്ട് 47 വിദ്യാർത്ഥികൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ ഓരോ ദിവസവും 5 മുതൽ 7 വരെ HIV പോസിറ്റീവ് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും ആകെ മൊത്തം 8729 കേസുകൾ ത്രിപുരയിൽ റിപ്പോർട്ട് ചെയ്തുവെന്നും അതിൽ തന്നെ 1000-ഓളം വരുന്നത് സ്ത്രീകളാണ് എന്ന് പറയുന്ന കണക്കുകളാണ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും അധികം ചിന്താകുലരാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ HIV അണുബാധ സ്ഥിരീകരിച്ചു, അവരിൽ തന്നെ 47 ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒക്കെ തന്നെയും HIV എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൂടെയല്ലേ പ്രധാനമായിട്ടും HIV വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇത് കാര്യമായ നിലയിൽ തന്നെ പടർന്നിട്ടുള്ളത് എന്നൊരു വിഷയം തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ കാരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ പോലും നമ്മളവിടെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ആ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എന്താണ് HIV, എങ്ങനെയാണ് ഇത് പടരുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ലളിതമായിട്ടൊന്ന് നമുക്ക് പരിശോധിക്കാം. ഈ HIV എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. ഈ ഒരു വൈറസ് ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഈ വൈറസ് താളം തെറ്റിക്കുന്നതായിരിക്കും. പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് അയാൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. ഇനി ഈ ഒരു വൈറസ് കാര്യമായ നിലയിൽ തന്നെ ശരീരത്തിലേക്ക് പടർന്ന് പന്തലിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന അവസരത്തിൽ, അതിൻ്റെ ഒരു സിവിയർ സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന അവസരത്തിൽ നമ്മൾ അതിനെ എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വരുന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന അവസരത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ വലിയ തോതിൽ തന്നെ ഈ വൈറസ് വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് കാരണമായിട്ട് അയാൾക്ക് സംഭവിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനം മരണത്തിലേക്ക് പോലും അയാളെ തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് പോലും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഈ വൈറസ് അയാളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ആർട്ട് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസരത്തിൽ കൃത്യമായിട്ട് ഈ ഒരു വൈറസിൻ്റെ വ്യാപനത്തെ ഒക്കെ തടഞ്ഞു വെക്കാനൊക്കെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആളുകളെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും എങ്ങനെയാണ് ഈ ഒരു HIV വൈറസ് അല്ലെങ്കിൽ HIV അണുബാധ വലിയ തോതിൽ ആളുകൾക്കിടയിൽ സ്പ്രെഡ് ആകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും 3 രീതികളിലായിട്ടാണ്, 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് HIV പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് തന്നെയാണ്. രണ്ടാമതായിട്ട് വരുന്നത് ഷെയറിംഗ് ഓഫ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഫ്രം മോം ടു ചൈൽഡ് എന്ന് പറയുന്ന കാര്യമാണ്. അതായത് ഓൾറെഡി അമ്മയ്ക്ക് ഒരു എയ്ഡ്സ് ബാധ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ ജനിക്കുന്ന കുഞ്ഞിലേക്കും അതെത്താൻ സാധ്യതയുണ്ട്. ഈ കുഞ്ഞിന് മുലയൂട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും ഈ നവജാത ശിശുവിലേക്ക് പോലും ഈ ഒരു HIV ബാധ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു 3 വഴിയിലൂടെയാണ് പ്രധാനമായിട്ടും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് HIV വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്താനുള്ള സാധ്യതകൾ അവിടെ വളരെ കുറവാണ്. അല്ലെങ്കിൽ 828ഓളം വിദ്യാർത്ഥികൾക്ക് HIV ബാധിക്കാൻ ഇടയാക്കിയ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻട്രവെനസ് ഇഞ്ചക്ഷൻ യൂസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള സിറിഞ്ച് ഒരുപാടധികം ആളുകൾ മാറി മാറി ഉപയോഗിച്ചത് കാരണമൊക്കെ തന്നെയായിരുന്നു ഇത്രയധികം വിദ്യാർത്ഥികളിലേക്ക് HIV അവിടെ പടരാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ത്രിപുര എന്നൊക്കെ പറയുന്നത് ഒരു ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റാണ്. അതിനാലൊക്കെ തന്നെ പലപ്പോഴും ഈ ബോർഡർ സ്റ്റേറ്റുകളിലേക്ക് ഇല്ലീഗലായിട്ടുള്ള ബാൻഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കെമിക്കലുകളും ഡ്രഗ്സുകളൊക്കെ വലിയ തോതിൽ എത്തുന്നതായിട്ട് അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ചാബിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും ഇതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെയും അവിടെയൊക്കെ ഇതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് അവിടുത്തെ യുവാക്കൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്ന വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ
അതുപോലെ തന്നെ മ്യാൻമറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ത്രിപുരയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ മ്യാൻമർ എന്നൊക്കെ പറയുന്നത് ഒപ്പിയം കൃഷി വലിയ തോതിൽ തന്നെ നടക്കുന്ന ഒപ്പിയം ട്രയാങ്കിളിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഒപ്പിയം എന്ന് പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന ഈ ഡ്രഗുകൾ പോലും വലിയ തോതിൽ തന്നെ ഇവിടെയുള്ള ആളുകളിലൊക്കെ എത്തുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പോലും എത്തുന്ന അവസരത്തിൽ ഇവരൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള സിറിഞ്ച് കൊടുത്തുകൊണ്ട് പിന്നെയും ഒരുപാടധികം ആളുകളിലേക്ക് ഈ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി കൈമാറ്റം ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിക്ക് ഈ ഒരു HIV അണുബാധയുണ്ട് എങ്കിൽ, HIV വൈറസ് അയാളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിൽ ഈ സിറിഞ്ചുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ചെയിൻ പോലെ എല്ലാ ആളുകളിലേക്കും ഈ ഒരു HIV അണുബാധ എത്തിച്ചേർന്നതായിരിക്കും. ഈ ഒരു കാര്യം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ത്രിപുരയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തോതിൽ തന്നെ HIV അണുബാധ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരാളും ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം അത്രയധികം അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് മറ്റൊക്കെ അവിടെ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു കാര്യമായിരിക്കും. ഈ ഒരു വിഷയം ഇത്തരത്തിലുള്ള വാർത്ത ആദ്യം കേട്ട അവസരത്തിൽ ഞാൻ പോലും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ചിമ്പാൻസികളിൽ നിന്നാണ് HIV വൈറസ് മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെടുത്തി പോലും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ചിമ്പാൻസികളുമായിട്ട് ആഫ്രിക്കയിലെ മനുഷ്യർ ബന്ധപ്പെട്ടത് കാരണമായിരിക്കാം അവരിലേക്ക് ഈ ഒരു വൈറസ് എത്തിയിട്ടുള്ള എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ ഒരു മിത്താണ്. അത്തരത്തിലല്ല ഈ ഒരു വൈറസ് മനുഷ്യരിലേക്ക് പ്രധാനമായിട്ടും എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ആഫ്രിക്കയിലുള്ള ആളുകൾ പലപ്പോഴും ചിമ്പാൻസികളെയും മറ്റൊക്കെ വേട്ടയാടാറുണ്ട്. അപ്പോൾ ഈ വേട്ടയ്ക്ക് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വേട്ടക്കാരനായിട്ടുള്ള വ്യക്തിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാവുകയും ഈ ചിമ്പാൻസികളുടെ ശരീരത്തിൽ നിന്നുള്ള ബോഡി ഫ്ലൂയിഡ് അയാളുടെ ശരീരത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ ഈ വൈറസ് അയാളുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് അത് ഈ പറഞ്ഞതുപോലെ തന്നെ സെക്ഷലിയും അയാളുടെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് അതങ്ങനെ വലിയ തോതിൽ തന്നെ സ്പ്രെഡായിട്ട് പോയിട്ടുള്ളതാണ്. നമ്മുടെ ഇടയിലേക്ക് പോലും കേരളത്തിലേക്ക് പോലും അങ്ങനെയൊക്കെ തന്നെയാണ് HIV എന്ന് പറയുന്ന വൈറസ് പോലും എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരത്തിൽ ത്രിപുര സ്റ്റേറ്റിൽ 828 വിദ്യാർത്ഥികൾക്ക് HIV പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ തോതിലുള്ള വാർത്തകൾ വന്നതോട് കൂടിയിട്ട് ത്രിപുര ഗവൺമെൻറ് തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളുടെ ഒരു ഹുക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ കൂടുതലായിട്ട് അട്രാക്ഷന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. ഈ ത്രിപുര ഗവൺമെൻറ്റിന് പറയാനുണ്ടായിരുന്നത് ഏറെക്കുറെ കഴിഞ്ഞ 25 വർഷക്കാലത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഈ 828 വിദ്യാർത്ഥികൾക്ക് അവിടെ HIV ബാധിച്ചിട്ടുണ്ട്, HIV പോസിറ്റീവ് ആയിട്ടുണ്ട്, അതിൽ തന്നെ 47 മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കണക്കുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ വളരെ ചെറിയൊരു ടൈം പീരീഡിൽ വലിയ തോതിൽ നടന്നിട്ടുള്ളൊരു സ്പ്രെഡിങ് അല്ല ഇത് എന്നതാണ് അവർക്ക് വിശദീകരിക്കാനുണ്ടായിരുന്നത്. അതിനെ വേണ്ട രീതിയിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് നേരെ വളച്ചീരിച്ച് വലിയൊരു വാർത്തയാക്കി വലിയൊരു ഞെട്ടലുളവാക്കിയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മീഡിയ അവിടെ വിജയിച്ചു എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഏതായാലും പറയാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും 828 വിദ്യാർത്ഥികൾക്ക് HIV പോസിറ്റീവായി എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഡ്രഗ് യൂസ്, സിറിഞ്ച് ഒരുപാടധികം ആളുകൾ ഉപയോഗിച്ചതോടൊപ്പം തന്നെ ഒരു പക്ഷേ അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൂടെ ഒക്കെ തന്നെയും മറ്റു വിദ്യാർത്ഥികളിലേക്കൊക്കെ തന്നെ ഇത് പടരാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലും പടർന്നിട്ടുണ്ടാകാം. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ ഈ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ഇന്ത്യയിൽ ഈ എയ്ഡ്സ് ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ HIV ബാധ സ്ഥിരീകരിച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഏറെക്കുറെ 4 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവിടെ HIV പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. തൊട്ട് താഴെ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശമാണ്. 3,14,000 വരുന്ന ആളുകൾക്ക് അവിടെയും പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 25,000 മുകളിൽ കേസുകളാണ് കേരളത്തിൽ HIV പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്കുകളൊക്കെ തന്നെയും 2019 കണക്കുകളാണ്. അവിടെ നിന്ന് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഈ കണക്കിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ ത്രിപുരയിലെ വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ HIV പടരാൻ കാരണമായിട്ടുണ്ടായിരുന്നത് അവരുടെ ഡ്രഗ് യൂസാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഡ്രഗിന് അടിമപ്പെട്ടു പോകുന്നത്? ഇത്തരത്തിലുള്ള സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് പോലും ഉപയോഗിക്കുന്ന നിലക്കുള്ള ഡ്രഗുകൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതിന് വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങളൊക്കെ തന്നെയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് അക്കാദമിക് സ്ട്രെസ്സാണ്. പഠനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ള സ്ട്രെസ്സുകളൊക്കെ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടൽ എന്നുള്ള നിലക്ക് പല വിദ്യാർത്ഥികളും ഡ്രഗുകൾ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പോലും പലരും ചെയ്തു നോക്കുന്ന നിലക്കാണ്. നാലാമതായിട്ട് വരുന്നത് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിലൂടെ സാധ്യമാകുമെന്നുള്ള ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇത്തരത്തിലുള്ള ഡ്രഗുകൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അഞ്ചാമതായിട്ട് വരുന്നത് പലപ്പോഴും സ്വന്തം റിയാലിറ്റികളിൽ നിന്നും എസ്കേപ്പ് ആവുക എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് തനിക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വീട്ടിലുള്ള പ്രശ്നങ്ങൾ, അക്കാദമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ അതിൽ നിന്നൊക്കെ തന്നെയും ഒരു രക്ഷപ്പെടൽ
രക്ഷപ്പെടലിന് വേണ്ടിയിട്ട്, അതിനെല്ലാം തന്നെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, മറക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ തന്നെ ഈ ഡ്രഗുകളിലേക്ക് എത്തിച്ചേരാറുണ്ട്. പക്ഷേ ഇവിടൊക്കെ തന്നെ ആത്യന്തികമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ഒരു ചെറിയ ഏതാനും സമയത്തേക്കുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഈ ഡ്രഗുകൾ നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഡ്രഗുകൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. മാക്സിമം ഇത്തരത്തിലുള്ള നമ്മളെ നശിപ്പിക്കുന്ന ഡ്രഗുകളിൽ നിന്ന് നമ്മളേവരും വിട്ടു നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ്റ്റോടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിചാരിക്കുന്നു. അപ്പം HIV കുറിച്ച് നമ്മൾ സംസാരിച്ചു, ത്രിപുരയിലെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് ഡ്രഗുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അവിടെ വിദ്യാർത്ഥികൾ പോലും വലിയ തോതിൽ ഇത്തരം ഡ്രഗുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന പ്രതീക്ഷയോടെ